ഒരു 4 മുട്ടയിൽ കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ചേർത്തിട്ടാണ് ഞാനിവിടെ ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. 2 ഓംലെറ്റാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓരോരുത്തരുടെയും വീട്ടിലെ അംഗസംഖ്യയ്ക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. അതിന് ശേഷം ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് വെട്ടിയെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ പേളിമാണിയുടെ വൈറൽ റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഈ റെസിപ്പി എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ പരിപ്പിൽ സവോളയും തക്കാളിയും മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ച് 2 വിസിൽ ഞാൻ അടിച്ചെടുക്കുന്നുണ്ട്. ശേഷം തേങ്ങയിലേക്ക് 2-3 വെളുത്തുള്ളി അല്ലി, കുറച്ചധികം ചെറിയുള്ളി, പിന്നെ ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് പെരിഞ്ജീരകം, പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി, പട്ട, ഗ്രാമ്പൂ, അങ്ങനെയുള്ള പിന്നെ കുരുമുളക് പൊടി, വേപ്പില, അങ്ങനെയൊക്കെയുള്ള കുറച്ച് മസാലകൾ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അവസാനം ഇറക്കുന്ന സമയമാകുമ്പോൾ നമ്മളിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പൊടിയായിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഇളക്കി ഇറക്കി വയ്ക്കുക. ചൂടാറിയതിന് ശേഷം അരച്ചെടുത്ത് പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു കറിക്ക് ഇത് വറക്കാനുള്ള സമയം മാത്രമേ എക്സ്ട്രാ നമുക്ക് പോകണുള്ളൂ. സാധാരണ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണിത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കണം. ഞാനിതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തേങ്ങാപ്പാലിലാണ് ഓംലെറ്റ് കറി ഉണ്ടാക്കുന്നത്. അതാണ് ഇതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫാക്കാം. അപ്പോൾ തീ ഓഫാക്കി, എന്നാലും ചട്ടി ആയതുകൊണ്ട് അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും കുറച്ച് നേരം. അപ്പോൾ ഞാൻ കുറച്ച് നേരം മൂടി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കറി എന്തായെന്ന് നോക്കാം. അപ്പോൾ ഇതാ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. വലിയ തരക്കേടില്ലാത്ത നല്ലൊരു കറിയെന്ന് മാത്രമേ എനിക്കിതിനെ പറയാൻ പറ്റൂ. അപാര ടേസ്റ്റിനൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ പേളിമാണി ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ എല്ലാവരും അതിനെ ഏറ്റെടുത്ത് വൈറലാക്കി. അപ്പോൾ പേളീനെ കുറ്റം പറഞ്ഞെന്ന് പറഞ്ഞ് കമൻറ്റും കൊണ്ട് ആരും വരല്ലേ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.